ഹായ്, ഇസ്മി പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ടേബിൾ യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പി അല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ഹാപ്പ് ലൈവ് ആസ്റ്റ് കോപ്പാണ് ഓൾവേസ് പോസിറ്റീവായി. അപ്പം നമ്മളിന്ന് നോക്കുന്നത് 10 ഫേവറേറ്റ് മൂവീസ് ഓഫ് തല അജിത്ത്. തല അജിത്തിൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 10 സിനിമകൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. AK അജിത് കുമാർ. അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ തവണ കണ്ട അജിത് ചിത്രങ്ങൾ, അതിൽ 10ാം സ്ഥാനത്തുള്ളത് കാതൽ മഞ്ഞനാണ്. 1999 പുറത്തിറങ്ങിയ സിനിമ. ശരണായിരുന്നു ചിത്രം സംവിധാനം ചെയ്തത്. മനോഹരമായ ഗാനങ്ങൾ കൊണ്ടും വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട സിനിമയായിരുന്നു കാതൽ മഞ്ഞൻ എന്നത്. ഭരദ്വാജ് ആയിരുന്നു ഇതിൻ്റെ മ്യൂസിക് ഡയറക്ടർ. പ്രത്യേകിച്ച് ഉണ്ണൈ പാർത്ത പിൻപ് നാനാകവില്ലയെ എന്ന ആ ഒരു ഗാനമൊക്കെ വളരെയധികം സെൻസേഷണൽ ഹിറ്റായിരുന്നു ആ കാലത്ത്. ഈ പാട്ട് കാണാൻ വേണ്ടി തന്നെ സിനിമയിൽ നിന്ന് കണ്ടിട്ടുണ്ട്. മൈ ചൈൽഡ്ഹുഡ് മെമ്മറീസ്, സൺ TV-യിൽ. നമ്പർ 9, 9ാം സ്ഥാനത്തുള്ളത് കാതൽ കോട്ടയാണ്. 1996 പുറത്തിറങ്ങിയ സിനിമ. അഗത്യനായിരുന്നു ചിത്രം സംവിധാനം ചെയ്തത്. അജിത്തും ദേവയാനിയും മത്സരിച്ച് അഭിനയിച്ച സിനിമയായിരുന്നു കാതൽ കോട്ട എന്നത്. കാണാതെ പ്രണയിക്കുന്ന നായകനും നായികയും അടിപൊളി ക്ലൈമാക്സും നല്ല സൂപ്പർ ഹിറ്റ് സോങ്ങുകളും കൊണ്ട് വൻ ബ്ലോക്ക് ബസ്റ്ററായ ചിത്രമായിരുന്നു കാതൽ കോട്ട എന്നത്. തമിഴ്നാട്ടിൽ ഏകദേശം 365 ദിവസത്തിലധികം ഓടിയ സിനിമയായിരുന്നു കാതൽ കോട്ട. ഇതിൻ്റെ മ്യൂസിക് ഡയറക്ടർ എന്ന് പറയുന്നത് ദേവായിരുന്നു. അടുത്തത് നമ്പർ 8, അമർക്കളം. 1999 പുറത്തിറങ്ങിയ സിനിമ. ശരണായിരുന്നു ചിത്രം സംവിധാനം ചെയ്തത്. മനോഹരമായ ഗാനങ്ങൾ കൊണ്ട് വളരെ ശ്രദ്ധിക്കപ്പെട്ട സിനിമയായിരുന്നു അമർക്കളം എന്നത്. അജിത്തിൻ്റെ ഒരു ആക്ഷൻ ഹീറോയാക്കി മാറ്റിയ ചിത്രമായിരുന്നു അമർക്കളം. അജിത്തിനെ കൂടാതെ ശാലിനിയും ചിത്രത്തിലുണ്ടായിരുന്നു. അജിത്തും ശാലിനിയും ആ ഒരു കോംബോ ഈ ചിത്രത്തിന് ശേഷമാണ് അവർ റിയൽ ലൈഫ് കോംബോയായി മാറിയത്. ചിത്രത്തിൽ റിയൽ ലൈഫ് കോംബോ ആയിരുന്നെങ്കിൽ ചിത്രത്തിന് ശേഷം അവർ റിയൽ ലൈഫ് റിയൽ ലൈഫ് കോംബോയായി മാറി. ഈ ചിത്രത്തിന് ശേഷമാണ് അജിത്തും ശാലിനിയുടെയും മാരേജ്. ഇവർ ഈ ചിത്ര ഷൂട്ടിംഗ് ടൈമിലാണ് ഇവർ തമ്മിൽ ഇഷ്ടത്തിലാവുന്നതും പിന്നീട് കല്യാണം ആ കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നതും. അപ്പോൾ നമ്പർ 8 അമർക്കളം. നമ്പർ 7 സിറ്റിസൺ. 2001 പുറത്തിറങ്ങിയ സിനിമ. ശരവണ സുബ്ബയ്യായിരുന്നു ചിത്രം സംവിധാനം ചെയ്തത്. സിറ്റിസൺ. അജിത്ത് പല ഗെറ്റപ്പുകളിൽ വന്നൊരു സിനിമയായിരുന്നു സിറ്റിസൺ. വളരെ നല്ല രസമായിരുന്നു ഈ ചിത്രം ഇരുന്ന് കാണുവാനായിട്ട്. പല ഗെറ്റപ്പുകളിൽ അജിത്ത് വരുന്നു. അതോടൊപ്പം ഈ ചിത്രം ഇറങ്ങിയ സമയത്ത് അതുവരെ ഉണ്ടായിരുന്ന ഓപ്പണിംഗ് കളക്ഷനെല്ലാം തകർത്തെറിഞ്ഞൊരു ചിത്രമായിരുന്നു സിറ്റിസൺ എന്നത്. അജിത്തിന് കിങ് ഓഫ് ഓപ്പണിംഗ് എന്ന പേര് ലഭിച്ചത് ഈ ചിത്രത്തിലൂടെയാണ്. അതുവരെ രജനീകാന്തിനും കമലഹാസനും ഉണ്ടായിരുന്ന ആ ഒരു ഓപ്പണിംഗ് ഈ ചിത്രത്തിലൂടെ അജിത്ത് നേടിയെടുക്കുകയായിരുന്നു. 2001 പുറത്തിറങ്ങിയ സിനിമ സിറ്റിസൺ. അടുത്തത് നമ്പർ 6 ദീന. 2001 ഇതും 2001 തന്നെയാണ് പുറത്തിറങ്ങിയത്. 2001 പുറത്തിറങ്ങിയ സിനിമ. AR മുരുകദാസ് ആയിരുന്നു ചിത്രം സംവിധാനം ചെയ്തത്. അജിത്തിനെ കരിയറിനെ അടുത്ത ഘട്ടത്തിലേക്ക് കൊണ്ടുപോയൊരു ചിത്രമായിരുന്നു ദീന എന്നത്. അദ്ദേഹത്തിന് തല എന്ന പേര് ഈ ചിത്രത്തിലൂടെയാണ് അദ്ദേഹത്തിന് ലഭിക്കുന്നത്. അദ്ദേഹത്തെ കൂടാതെ സുരേഷ് ഗോപിയും ഈ ചിത്രത്തിലുണ്ടായിരുന്നു. മനോഹരമായ ഗാനങ്ങളും അതോടൊപ്പം നല്ല സ്ക്രീൻ പ്ലേയും കൊണ്ട് വളരെയധികം ഹിറ്റായി മാറിയ ഒരു ചിത്രമായിരുന്നു ദീന എന്നത്. അടുത്തത് നമ്പർ 5 അട്ടഹാസം. 2004 പുറത്തിറങ്ങിയ സിനിമ. ശരണായിരുന്നു ചിത്രം സംവിധാനം ചെയ്തത്. അജിത്ത് ഡ്യുവൽ റോളിൽ വന്നൊരു ചിത്രമായിരുന്നു അട്ടഹാസം എന്നത്. നമ്പർ 4 ബില്ല. 2007 പുറത്തിറങ്ങിയ സിനിമ. വിഷ്ണുവർദ്ധനായിരുന്നു ചിത്രം സംവിധാനം ചെയ്തത്. യുവൻ ശങ്കർ രാജയുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊണ്ടും നല്ല നല്ല പാട്ടുകൾ കൊണ്ടും വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടൊരു സിനിമയായിരുന്നു ബില്ല. വലിയ ബ്ലോക്ക് ബസ്റ്ററായിരുന്നു ചിത്രം. അതായത് 1980 പുറത്തിറങ്ങിയ രജനീകാന്തിൻ്റെ ബില്ല എന്ന ചിത്രത്തിൻ്റെ റീമേക്കായിരുന്നു ഈ ചിത്രം. അതായത് അജിത്ത് തുടർ പരാജയങ്ങൾ നേരിട്ടുകൊണ്ടിരുന്ന സമയത്ത് വരളാറ് ഹിറ്റായെങ്കിലും പക്ഷേ അദ്ദേഹത്തിന് ആരാധകർക്കൊരു സെലിബ്രേഷൻ ചെയ്യാനായിട്ടൊരു മൂവി കിട്ടിയിരുന്നില്ല. അപ്പോഴാണ് ഈ സിനിമ ഇറങ്ങുന്നതും ഇത് വൻ ഹിറ്റാവുന്നത്. 2007 ഏറ്റവും വലിയ ഹിറ്റുകളിൽ ഒന്നായിരുന്നു ബില്ല എന്നത്. അജിത്തിൻ്റെ സ്റ്റൈലിഷ് ലുക്കും സ്റ്റൈലിഷായിട്ടുള്ള അഭിനയവും എല്ലാം കൊണ്ടും ആരാധകരത് ഏറ്റെടുത്തു. നമ്പർ 3 വീരം. 2014 പുറത്തിറങ്ങിയ സിനിമ. ശിവയായിരുന്നു ചിത്രം സംവിധാനം ചെയ്തത്. അജിത് ശിവ കോംബോയിൽ വരുന്ന ആദ്യ ചിത്രമായിരുന്നു വീരം എന്നത്. ദേവിശ്രീ പ്രസാദിൻ്റെ BGM-ഉം മ്യൂസിക്കും കൊണ്ട് വളരെ ശ്രദ്ധിക്കപ്പെട്ട സിനിമയായിരുന്നു വീരം എന്നത്. അതിലെ വീരത്തിലെ BGM-ഉം മ്യൂസിക്കും ഒക്കെ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട ഒരു ചിത്രമായിരുന്നു. അതും വിജയുടെ ജില്ലയോടൊപ്പം ക്ലാഷ് വെച്ച് വന്ന ഹിറ്റടിച്ച സിനിമയാണ് വീരം എന്നത്. നമ്പർ 2 വേതാളം. 2015 പുറത്തിറങ്ങിയ സിനിമ. ശിവയായിരുന്നു ചിത്രം സംവിധാനം ചെയ്തത്.
ഇതിലെ അജിത്തിൻ്റെ ആ ട്രാൻസ്ഫോർമേഷൻ സീൻസൊക്കെ ഇപ്പോൾ കാണുമ്പോൾ ഒരു ഗൂസ് ബംസ് ആണെന്ന് പറയാം. ട്രാൻസ്ഫോർമേഷൻ സീൻസും അതോടൊപ്പം ആലിമ ഡോലിമ പാട്ടുണ്ടാക്കിയ ഓളമൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. അനിരുദ്ധായിരുന്നു ചിത്രത്തിൻ്റെ മ്യൂസിക് ഡയറക്ടർ. അടിപൊളി BGMഉം അടിപൊളി സോങ്സും അടിപൊളി ഫൈറ്റും എല്ലാം കൊണ്ട് നല്ലൊരു എൻ്റർടൈനറായിരുന്നു വേതാളം. 2015 ചിത്രം പുറത്തിറങ്ങിയത്. അതിൻ്റെ നമ്പർ 1 ഞാൻ ഏറ്റവും കൂടുതൽ തവണ കണ്ട അജിത്ത് ചിത്രം, അല്ലെങ്കിൽ ഒട്ടുമിക്ക ആൾക്കാരുടെ ഫേവറേറ്റും എനിക്ക് തോന്നുന്നു ഈ ചിത്രമായിരിക്കും. അദ്ദേഹത്തിൻ്റെ 50ാമത്തെ ചിത്രം, അദ്ദേഹത്തിൻ്റെ ഐക്കോണിക് ചിത്രമായ മങ്കാത്ത. 2011 പുറത്തിറങ്ങിയ സിനിമ. വെങ്കട് പ്രഭു ആയിരുന്നു ചിത്രം സംവിധാനം ചെയ്തത്. യുവശങ്കർ രാജയുടെ ടെറിഫിക് BGM എന്ന് പറയാം. ആ ഒരു BGM ഇപ്പോഴും ഐക്കോണിക്കായിട്ട് നിൽക്കുകയാണ് ഇതിലെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. അതോടൊപ്പം മനോഹരമായ സോങ്സ്, അതോടൊപ്പം അജിത്തിൻ്റെ ഒരു അഴിഞ്ഞാട്ടം എന്ന് പറയാം. കാരണം ഒരു നെഗറ്റീവ് റോള്, ആൻറ്റി വില്ലൻ റോളിൽ അദ്ദേഹം അഴിഞ്ഞാടുകയായിരുന്നു ചിത്രത്തിലുടനീളം. അജിത്തിനെ കൂടാതെ തൃഷയും അർജുനും. ഒരു മൾട്ടി സ്റ്റാർ ചിത്രമായിരുന്നു മങ്കാത്ത എന്നത്. അദ്ദേഹത്തിൻ്റെ 50ാമത്തെ ചിത്രം. അദ്ദേഹം തൻ്റെ ഫാൻസ് അസോസിയേഷൻ പിരിച്ചുവിട്ടതിന് ശേഷം പുറത്തിറങ്ങുന്ന ചിത്രമായിരുന്നു മങ്കാത്ത. നല്ല അടിപൊളി ഓപ്പണിംഗ് ആയിരുന്നു ചിത്രത്തിന് തമിഴ്നാട്ടിൽ ലഭിച്ചത്. മങ്കാത്ത 2011 യന്ത്രന് തൊട്ട് പിന്നിൽ ഫിനിഷ് ചെയ്തു ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമകളിൽ. അങ്ങനെ വലിയൊരു വിജയമായിരുന്നു തമിഴ്നാട് ബോക്സ് ഓഫീസിൽ മങ്കാത്ത എന്നത്. ടെറിഫിക് ഇൻട്രോയും നല്ല അടിപൊളി ഇൻട്രോയിലും നല്ല ട്വിസ്റ്റഡായുള്ള ക്ലൈമാക്സും കൊണ്ട് ആരെയും ബോറടിപ്പിക്കാത്ത രീതിയിലുള്ളൊരു പ്രസൻറ്റേഷനായിരുന്നു വെങ്കട് പ്രഭു അജിത്തിനെ വെച്ച് ഒരുക്കിയെന്ന് പറയാം മങ്കാത്ത. അപ്പോൾ മെയ് 1 അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ്. അപ്പോൾ അദ്ദേഹത്തിന് ജന്മദിന ആശംസകൾ നേരുന്നു. ഹാപ്പി ബർത്ത്ഡേ അജിത്ത് സാർ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരെയ്ക്കും ടേക്ക് കെയർ, ബൈ.